രാജി ഇപ്പോൾ ഇന്ദിരയുടെ അയൽവാസിയാണ്. രാജി ഈ പറഞ്ഞത് ശരിയാണോ? നേരത്തെയും ഇവിടെ ആനശല്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ആക്രമിച്ച ആന തന്നെ പലതവണ അവിടെ വന്നിട്ടുണ്ട് എന്ന് പലരും പറയുന്നതായി കണ്ടു. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ, സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ എങ്ങനെയാണ് രാജി കാണുന്നത്? ഇത് ഇപ്പോൾ പറഞ്ഞതെല്ലാം ശരിയാണ്. പല പ്രാവശ്യം ഞങ്ങൾക്ക് ആനശല്യം രൂക്ഷമായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾ വനവകുപ്പുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി ഞങ്ങൾ അവിടെയുള്ള കുടുംബത്തിലുള്ളവരെ ഞങ്ങൾ പലരും ഇങ്ങനെ ആന ശല്യമാണ്, അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് യാതൊരു മറുപടികളും വനസമിതിയുടെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ പോകുന്ന വഴികളെല്ലാം ഭയങ്കര ഒരു ദുർഘടമായ വഴികളാണ്. മാത്രമല്ല ഞങ്ങൾ പലപ്പോഴും ആനേനെ ഭയന്ന് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പല പ്രാവശ്യങ്ങളിലും ഞങ്ങളിവിടെ വനവകുപ്പുമായിട്ട് ഞങ്ങൾ ഈ ആനേനെ തുരത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രതികരണം ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കയറി പോകുന്ന ആ ഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു റോഡ് ഞങ്ങൾ പോണ ഏരിയകളിലില്ല. പിന്നെ നല്ല വഴിവിളക്കുകളും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ കടന്നു പോകുന്നത് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 1-1.5 കിലോമീറ്റർ ടൗണിൽ വന്നതിന് ശേഷമാണ് അവർ സ്കൂളുകളിൽ പോകുന്നത്. പല പ്രാവശ്യം ആനേനെ കണ്ടെല്ലാം ഭയന്ന് ഓടുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും മുതിർന്നവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു രോഗിയായിട്ട് ആരെങ്കിലും അവിടെ കിടന്നു കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്കൊരു വാഹനത്തിൽ കടന്നു പോകാൻ ഭയങ്കര വിഷമമാണ്. കാരണം ടൗണിൽ നിന്ന് ഒരു വാഹനം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടന്നു വരാൻ അവർക്ക് ഭയമാണ്. ആന ഉണ്ടോ എന്നാണ് ആദ്യം നമ്മളൊരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ ഈ വനത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വഴി, അതിൻ്റെ അങ്ങോട്ട് കയറിപ്പോയി നോക്കാൻ നല്ലൊരു വഴിവിളക്ക് പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. രോഗികളായിട്ട് ആരെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് പോകണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമകരമായ കാര്യങ്ങളാണ്. പിന്നെ കുഞ്ഞുകുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടാനൊന്നും പല സമയങ്ങളിൽ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. അവർ തന്നെ പോകേണ്ട സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. പലപ്പോഴും ആനയെ ഓടിയിട്ടുണ്ട്. കൃഷിഭൂമിയിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്തേക്ക് വരുന്ന സംഭവം ഇതാദ്യമാണോ? അല്ല, പല പ്രാവശ്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പ്രതികാരം ഞങ്ങൾ ലഭിക്കുമെന്നോർത്ത് വനസമിതിയായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു പ്രശ്നങ്ങളും ഇതിനകത്ത് ഞങ്ങൾക്കൊരു നടപടികളൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല, വർഷങ്ങളായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. നിരന്തരമായിട്ട് ഒരാനശല്യം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.